ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യയിലാകെ ഇഷ്ടികദാന യാത്രകൾക്ക് നേതൃത്വം കൊടുത്ത ഘട്ടത്തിൽ ഓരോ പഞ്ചായത്തു നിന്ന് ഒരു ഇഷ്ടികയായിട്ട് ആൾ പോയത്. അന്ന് ഇഷ്ടികദാന യാത്ര ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ മാധവൻകുട്ടിയെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ബേപ്പൂരിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും BJPയുടെയും പൊതുസ്ഥാനാർത്ഥിയാക്കിയ പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട്. അഡ്വക്കേറ്റ് രത്നസിംഗിനെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും BJPയുടെയും മാധവൻകുട്ടി നിയമസഭാ സ്ഥാനാർത്ഥിയാണെങ്കിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ലോകസഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഇത് നിലപാട് തുടരുകയാണ്. ഇവിടെ മതനിരപേക്ഷതയാണ് മുറുകെ പിടിക്കേണ്ടത്. മതനിരപേക്ഷത മുറുകെ പിടിക്കാനുള്ള ത്രാണിയില്ലാതെ കോൺഗ്രസ്സിന് പോകുന്നുവെന്ന് മാത്രമല്ല, ഈ ശശി തരൂരിനെതിരെ തിരുത്തൽ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാണോ? DK ശിവകുമാറിനെ തിരുത്താൻ കോൺഗ്രസ് തയ്യാറാണോ? എന്താണ് ഹിമാചൽ പ്രദേശിൽ പൊതു അവധി പ്രഖ്യാപിച്ച കോൺഗ്രസ് സർക്കാരിനെക്കുറിച്ച് കേരളത്തിലെ KPCC പ്രസിഡൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം? എന്താണ് ഇത്തരം വിഷയങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം? ഇത് സ്വാഭാവികമായും ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം UDFനോടൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. അവരൊക്കെ നിരാശരാണ്. ഇതാണ് ഇതിൽ പ്രധാനമായി ഉയർന്നു വരുന്ന പ്രശ്നം. അതായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണോ? അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എന്നുള്ളത് മാത്രമല്ല, രാജ്യം ഭരിക്കുന്നവർക്ക് മുമ്പിൽ നിർഭയം ഇന്ത്യ നിലനിൽക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നിലപാട് പറയാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അത് ഏത് മതവിഭാഗത്തിലുള്ളവരായിക്കൊള്ളട്ടെ, മതരഹിതരായിട്ടുള്ളവരായിക്കൊള്ളട്ടെ, മതരാഷ്ട്രവാദത്തിനെതിരാണ്. ഹൈന്ദവ മതവിഭാഗത്തിലെ മഹാഭൂരിപക്ഷം വരുന്നവരും ഹിന്ദു രാഷ്ട്രത്തിനെതിരാണ്. എല്ലാ സഹോദരന്മാരെയും എല്ലാ മത സാഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്നുള്ള മറ്റെല്ലാ മതങ്ങളെയും പോലെ പ്രചരിപ്പിക്കുന്ന മതമാണ് ഹൈന്ദവ മതം. പക്ഷേ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രോ RSS മൈൻഡിലേക്ക് മലയാളി മാറുന്നുണ്ടോ? അത്തരത്തിൽ വല്ലാത്ത തരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. മലയാളി പൊതുവെ മാറുന്നില്ല, ചില കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നുണ്ട്. അതാ പ്രശ്നം. മലയാളികളായ ചില കോൺഗ്രസ് നേതാക്കന്മാർ മെല്ലെ മെല്ലെ മാറുന്നുണ്ട്. കേരളത്തിൻ്റെ സാഹചര്യം വേറെ ആയതുകൊണ്ടാണ്. കേരളത്തിൽ BJPക്ക് വളക്കൂറുള്ള മണ്ണാണ്. BJPക്ക് കുറച്ച് MLAമാരും MP മാരൊക്കെ ഉണ്ടാവും എന്ന് ഉള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ മാറി നോക്കിയാൽ മതി ഈ പറയുന്ന ആളുകൾ. ഇത് പക്ഷേ ഇവർ പലരും ഇപ്പം ഇങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എവിടേക്കാണ് നമ്മുടെ നാടിനെ ചെന്നെത്തിക്കുക? മതനിരപേക്ഷത മുറുകെ പിടിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും സംസ്ഥാന സർക്കാരും എടുക്കുന്ന നിലപാട് ലജ്ജാകരമാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ശശി തരൂർ, ഈ DK ശിവകുമാറൊക്കെ അവരുടെ ഒരു RSS ഒരു രഹസ്യ അജണ്ട സൂക്ഷിക്കുന്നവരെന്നത് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന ഏതെങ്കിലും X or Y എന്നുള്ളതല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയം മതരാഷ്ട്രവാദത്തിനെതിരാണല്ലോ. ആ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ നിലയിലുള്ള അക്രമ സ്വഭാവത്തിന് ആക്കം കൂട്ടുന്ന നിലപാടുകൾക്കെതിരാണല്ലോ. ആ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുറുകെ പിടിക്കേണ്ട രാഷ്ട്രീയമാണല്ലോ. പക്ഷേ അങ്ങനെയുള്ളൊരു നിലപാടല്ല സ്വീകരിക്കുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. അത് എല്ലാ നിലയിലും കോൺഗ്രസ് പരിശോധിക്കാൻ തയ്യാറാകണം. ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം? DK ശിവകുമാറിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ച് എന്താണ് AICCയുടെയും കേരളത്തിലെ പ്രൊഫൈൽ പിക്ചർ ഷെയർ ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം? ഹിമാചൽ പ്രദേശിന് പൊതു അവധി കൊടുത്ത കോൺഗ്രസ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെക്കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം? മാധ്യമങ്ങളുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം ഇന്ന് BJP മുന്നോട്ട് വെക്കുന്ന ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നൻ്റെ രാഷ്ട്രീയ താല്പര്യമായിട്ട് ബന്ധപ്പെട്ടാണ്, നവ ഉദാരവൽക്കരണ നയമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് നിർഭയം ജോലി ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. ഇത്തരം വിഷയങ്ങളിൽ ഉൾപ്പെടെ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്നതിന് പകരം ഇത്തരം നിലപാടുകൾ എടുക്കാൻ ഉടമകളെ ഭയന്നുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിർബന്ധിതരായി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം.